അസ്സാം വലൈക്കും, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള ചെറിയൊരു ബിരിയാണി വെച്ച കഥയായിട്ടാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടിയപ്പോൾ നമുക്ക് ഏതായാലും ഒരുമിച്ച് കൂടിയതല്ലേ, അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഫുഡ് കഴിച്ച് പിരിയാന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പെട്ടെന്നൊരു ബിരിയാണി ഉണ്ടാക്കാൻ തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി സാധനമൊക്കെ പോയി വാങ്ങിക്കൊടുന്ന് ഞങ്ങൾ മുറ്റത്ത് വെച്ചിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് ഈ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി ആയിട്ട് എടുത്തുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പരിപാടി കഴിയില്ല, ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചുള്ള പണിയാകുമ്പോൾ അത് വേറൊരു രസം തന്നെയാണല്ലോ. അപ്പോൾ ഇതുപോലെ എല്ലാവരും കൂടി ഇങ്ങനെ ചെയ്യുന്നതൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ ഒന്ന് താഴെ കമൻറ്റ് കൂടി ചെയ്യണം കേട്ടോ. ഏകദേശം ഒരു 10:30 കഴിഞ്ഞിട്ട് സംഭവം തുടങ്ങിയപ്പോൾ അപ്പോഴത്തേനും ഉമ്മാരൊക്കെ പറയുന്നുണ്ട് ഇത് ഫുഡായി കിട്ടുമെന്ന് അറിയില്ലല്ലോ എന്നൊക്കെ കേട്ടോ. കാരണം അന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ ചെയ്യേണ്ടത്. അപ്പോൾ ജുമക്ക് ഇപ്പാരൊക്കെ പോയി വരുമ്പോഴേക്കും ഫുഡാവുമോ എന്നൊക്കെ. കാരണം ഞങ്ങൾ പണിയെടുക്കുന്നതിലും കൂടുതൽ വർത്തമാനമായിരുന്നു കേട്ടോ, അതുകൊണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ കറക്റ്റ് ടൈമിൽ ഞങ്ങളത് കഴിഞ്ഞു കേട്ടോ. കാരണം ഞങ്ങൾ എല്ലാവരും ഓരോരുത്തരും ഓരോ ഡ്യൂട്ടി ഏറ്റെടുത്തതുകൊണ്ട് ഭയങ്കര രസമായിട്ട് ഞങ്ങളതൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഏതായാലും ഞങ്ങളെ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസ് നമുക്ക് വേഗം ഊറ്റിയിട്ട് മാറ്റി വെക്കാൻ കിട്ടും, നമുക്ക് ചിക്കനൊക്കെ റെഡിയാക്കാമെന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ എൻ്റെ ഏട്ടത്തിയും പിന്നെ എൻ്റെ ഒരു അനിയത്തിയും കൂടിയാണ് കേട്ടോ ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ റൈസൊക്കെ കൊടുന്ന് ഞങ്ങളെല്ലാവരും കൂടി അതും കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ ഇടയിൽ അങ്ങനെ മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്, ചിക്കനൊക്കെ ഇട്ട് ഞങ്ങൾ അടിപൊളിയായിട്ട് ചിക്കൻ ബിരിയാണി വെച്ചു കേട്ടോ. ചിക്കൻ ബിരിയാണിയൊക്കെ കറക്റ്റ് ടൈമിലായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടി ഒത്തുകൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ അത് വേറൊരു വൈബ് തന്നെയാണല്ലോ. അങ്ങനെ ബിരിയാണി റെഡി ആയിട്ടോ. ഞങ്ങൾ നിസ്കാരവും കൂടിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും തിരിച്ചു വന്ന് ഞങ്ങൾ ബിരിയാണിയൊക്കെ പൊട്ടിച്ച് ഞങ്ങൾ മക്കൾക്ക് കൊടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ മക്കൾക്കൊക്കെ നമുക്ക് വീട്ടിലെ സിറ്റൗട്ടിൽ തന്നെ വെച്ചിട്ട് കൊടുക്കാൻ, നമുക്ക് പുറത്ത് നിന്ന് കഴിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്ന പ്ലാനിങ് ആയിരുന്നു കേട്ടോ. അങ്ങനെ കുട്ടികൾക്കൊക്കെ ഞങ്ങൾ സിറ്റൗട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഞങ്ങൾ പുറത്ത് ദാർപ്പായ വിരിച്ചിട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കുന്നത്. ഇതൊക്കെ ഒരു ഭയങ്കര രസമായിട്ടോ. കാരണം എല്ലാവരും കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കേണ്ടത് അതൊരു വേറൊരു ഫീലാണ് കേട്ടോ. അത് അനുഭവിച്ചവരൊക്കെ അറിയുള്ളൂ. ചെറിയൊരു കേക്ക് കട്ടിങ് കൂടി ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ ഏട്ടത്തിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഏട്ടത്തി പറഞ്ഞു നമുക്ക് അതിൽ കൂടി ഒരു കേക്കും കൂടി അങ്ങ് മുറിച്ചാൽ നമ്മളെല്ലാവരും കൂടി കൂടുതലാവും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു കേട്ടോ. ഇനി ഞാൻ കലാശക്കോട്ട് ഇട്ടാ. ഇനി പാത്രം കഴിക്കണതല്ലായിരുന്നു, എല്ലാവരും കൂടി ഓരോരുത്തർ പാത്രം കഴിക്കാറുണ്ട്. ഓരോരുത്തർക്കും ഓരോ പാത്രം കൊടുത്തിട്ട് അങ്ങനെ ബിരിയാണി ചെമ്പും എല്ലാം മുറി അത് ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും. അപ്പോൾ അതും കൂടി അത് ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. അങ്ങനെ നിങ്ങൾക്കൊക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ഓക്കെ, ബൈ.